മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാന കായിക വകുപ്പിന്റെയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര തിരുവനന്തപുരത്ത് കെങ്കേമമായി തന്നെ നടന്നു. കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത ഈ പ്രോഗ്രാം റാലിയോടുകൂടി തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപിച്ചത്. കേരള സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്ര എന്നത്. 2025 മെയ് മാസം 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. 22-ാം തീയതിയാണ് ഇത് എറണാകുളത്ത് സമാപിക്കുന്നത്. വിശിഷ്ട വ്യക്തിത്വങ്ങളായ കടകംപള്ളി സുരേന്ദ്രൻ, സന്ദീപാനന്ദഗിരി, പാളയം ഇമാം ഷഹീബ് മൗലവി, മന്ത്രി അബ്ദുറഹ്മാൻ, GR അനിൽ തുടങ്ങി പ്രമുഖരും ഈ ഒരു റാലിയിൽ പങ്കെടുത്തു. ഈ റാലിയിൽ വഖഫ് സംരക്ഷണ സമിതി അംഗങ്ങൾ, മദ്യനിരോധന സംഘടനകൾ, മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരും സ്പോർട്സ് അംഗങ്ങളോടൊപ്പം പങ്കെടുത്തു. കളരി ഡെമോ, കരാട്ടെ ഡെമോ, തായ്ചി, തായ്ക്കൊണ്ട, ഫുട്ബോൾ, വോളിബോൾ അങ്ങനെ വിവിധതരം സ്പോർട്സ് ഇവന്റുകളും ഈ റാലിയിലൂടെ തന്നെ പല ഡെമോകൾ അവതരിപ്പിച്ചാണ് മുന്നേറിയത്. റാലിയുടെ മുഴുവൻ രൂപം മലയാള ജനതാ ന്യൂസ് വഴി ടെലികാസ്റ്റ് ചെയ്യാൻ ലൈവ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാലും ചില പ്രശസ്തമായ ഭാഗങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ കാണുക, കമന്റ്സുകൾ അറിയിക്കുക. ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ മുമ്പ് ടെലികാസ്റ്റ് ചെയ്തതുപോലെ തന്നെ കായിക വകുപ്പും അതോടൊപ്പം തന്നെ സ്പോർട്സ് കാരട്ടയും ലഹരി വിരുദ്ധമായ ഒരു റാലി നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ലൈവ് കാണാം. ഏകദേശം കയറിക്കോ റിസ്വാൻ, അല്ലെ കയറിക്കോ. ഇതിപ്പോൾ സ്കാറ്റിൻ്റെയും കരാട്ടെ ടീം അംഗങ്ങളാണ്. ഇതിലെ മീറോ മാഷിൻ്റെ കുട്ടികളും മറ്റ് ക്ലബിലെ കുട്ടികളെല്ലാം ഉണ്ട്, അപ്ഡേഷൻ്റെ കുട്ടികൾ. ഇവരെല്ലാം ഈ ഒരു ലഹരി വിരുദ്ധ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതാണ്. ഏകദേശം ഏറ്റവും കൂടുതൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് കരാട്ടയിൽ നിന്നുള്ള കുട്ടികളാണ്. ബാക്കിയുള്ള സ്കേറ്റിംഗ്, ഫുട്ബോൾ, കളരി, തായ്ക്കൊണ്ടോ അങ്ങനെ പല ഇവന്റുകളും ഉണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് കരാട്ടെ ഇവന്റിലെ കുട്ടികളാണ്. കേരള സ്പോർട്സ് കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം സ്കാറ്റിന്റെ കീഴിലുള്ള എല്ലാ കരാട്ടെ ക്ലബ്ബുകളും അവരവരുടെ ഡോജോകളിൽ അല്ലെങ്കിൽ അവരുടെ സെന്ററുകളിൽ ക്ലബ്ബുകളിലും ലഹരി വിരുദ്ധ റാലിയും അതോടൊപ്പം തന്നെ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള അവസാനമാണ് ഈ ഒരു സന്ദേശ റാലി തിരുവനന്തപുരം സംഘടിപ്പിച്ചത്. ഈ റാലിയിൽ മറ്റുള്ള ഇവന്റിലെ കുട്ടികളോടൊപ്പം തന്നെ 680 കരാട്ടെ സ്റ്റുഡൻസിനെ പങ്കെടുപ്പിക്കാൻ കേരള സ്പോർട്സ് കരാട്ടെ കീഴിലുള്ള സ്കാറ്റിന് സാധിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കരാട്ടെ സ്റ്റുഡൻസാണ്. ലഹരിമുക്തമായ ഒരു ജീവിതം നമ്മുടെ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് സംസ്ഥാന കായിക വകുപ്പ് അതോടൊപ്പം തന്നെ കേരള സർക്കാർ, കേരള സ്പോർട്സ് അസോസിയേഷൻ, സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന ഈ ഒരു ലഹരി വിരുദ്ധ പ്രോഗ്രാം. ഇതിൻ്റെ സെമിനാറും അതോടൊപ്പം തന്നെ റാലി ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന പല ക്ലബ്ബുകളും നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി മേറോ മാർഷൽ കരാട്ടെ ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടുന്ന കരാട്ടെ ടീമുകളൊക്കെ നടത്തി. ഇതിലെ ധാരാളം ആളുകൾ ഇപ്പോൾ വരുന്നത്. ഏകദേശം ഈ പറഞ്ഞ സെൻട്രൽ സ്റ്റേഡിയത്താണ് ഇത് അവസാനിക്കുക. എൻ്റെ കുട്ടികളും എല്ലാം എത്തിയിട്ടുണ്ട്. ഓക്കെ, പൊക്കി പിടിച്ചോ. യെസ്, മേറോ മാർഷൽ കരാട്ടെ നടന്നോ. സ്പോർട്സ് കൗൺസിലുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലബ്ബുകളും ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഇതിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇത് അവസാനിക്കുക.
ഇത് മന്ത്രി അബ്രാഹിം ഇത് ഉദ്ഘാടനം ചെയ്തു. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നേരെ സെൻട്രൽ സ്റ്റേഡിയത്താണ് ഇത് സമാപിക്കുക. ഈ പറഞ്ഞ കിക്ക് ഡ്രഗ്സ് എന്ന പേരിലാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ലഹരിമുക്തമായ ഒരു തലമുറ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് കായിക വകുപ്പും അതോടൊപ്പം തന്നെ കേരള സ്പോർട്സ് കൗൺസിലും ഈ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരും ഒരുമിച്ച് നിന്നാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ റാലിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിൻ്റെ സമാപനം സെൻട്രൽ സ്റ്റേഡിയത്താണ് നടക്കുക. അതിൻ്റെ ലൈനിൽ നിന്ന് പോകാൻ ഇപ്പോൾ കാണുന്നത് കരാട്ടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള കൂടുതൽ കുട്ടികളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കിക്ക് ഡ്രഗ്സ് എന്ന പേരിലാണ് ഈ ഒരു ലഹരിവിരുദ്ധ സെമിനാറും റാലിയും വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്നത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള എല്ലാ ക്ലബ്ബുകളും അവരുടെ നാടുകളിൽ ജനപ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ പ്രമേയം പാസാക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും അവിടെ സെമിനാറുകൾ സംഘടിപ്പിച്ച് റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്ലബ്ബുകളും ഈ ഒരു പ്രോഗ്രാം നടത്തി വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരാട്ടെ ക്ലബിന്റെ കീഴിൽ സ്കാറ്റിന്റെ കീഴിൽ പല അഫിലിയേറ്റഡ് ആയ കരാട്ടെ ക്ലബ്ബുകളും ഞാൻ ഉൾപ്പെടെ ഉള്ള മേറോ മാർഷൽ കരാട്ടെ ഉൾപ്പെടെയുള്ള പല ക്ലബ്ബുകളും ഈ ഒരു സെമിനാറുകളും ലഹരിവിരുദ്ധ പ്രതിജ്ഞകളും ചൊല്ലുന്നത് നമുക്ക് നേരത്തെ ന്യൂസുകളിൽ കാണാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഒരു വിപുലമായ റാലി നടന്നത്. ഇതിന്റെ സമാപനം 22-ാം തീയതി എറണാകുളത്ത് സമാപിക്കും. ലഹരി നമുക്ക് വേണ്ട ഒരുമിച്ച് ഒറ്റക്കെട്ടായി ശക്തമായി തന്നെ നമുക്ക് ഈ ലഹരിയെ ചെറുത്തു തോൽപ്പിക്കാമെന്ന പ്രമേയം പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലഹരി വിരുദ്ധ പദയാത്രയും അതോടൊപ്പം തന്നെ റാലിയും മാരത്തോൺ ഓട്ടവും ഒക്കെ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച് ജനങ്ങളിൽ ബോധോദയം ഉണ്ടാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ന് രാവിലെ നെയ്യാറ്റിൻകര മിനി മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നു. അതിലും ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലഹരി വിരുദ്ധ റാലി മ്യൂസിയത്തിന് മുമ്പിൽ നിന്ന് ആരംഭിച്ചു. ഇത് അവസാനിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്താണ്. അതോടുകൂടി ഇത് അവസാനിക്കും. ഇനി ഇത് കൂടാതെയുള്ള പല പ്രോഗ്രാമും ഈ ലഹരി മുക്തമായ രീതിയിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി നടന്നു വരുന്നുണ്ട്. അതാണിപ്പോൾ ലൈവ് പ്രേക്ഷകർ കാണുന്നത്. വിദ്യാർത്ഥികൾ മുതൽ ഈ പറഞ്ഞതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥി സമൂഹം അവർക്കൊരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി കായികശേഷി വഹിക്കുന്ന നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. Cycling. എന്നാൽ ഈ ലൈവ് ഇവിടെ വൈൻഡപ്പാണ്. ധാരാളം അപ്ഡേറ്റഡ് ആയ ക്ലബ്ബുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവിടെ അവസാനിക്കുന്നത്. ഇതിനുശേഷം ഇത് സെൻട്രൽ സ്റ്റേഡിയത്താണ് ഇത് അവസാനിക്കുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ലൈവ് കൂടി പിന്നീട് എത്തിക്കാം. ഇത് തൽക്കാലം ഇവിടെ വൈൻഡപ്പാണ്. എന്തായാലും സർക്കാരിനൊപ്പം ജനങ്ങൾ ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. ലഹരിമുക്തമായൊരു നാട് അത് സ്വന്തം കാണുന്ന എല്ലാവർക്കും ഇതിന്റെ ഭാഗമാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും ഇതിനെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അഭിനന്ദനാർഹമാണ് ഈ ഒരു പ്രവർത്തനം. അതാണ് നമുക്ക് അതിനെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ലൈവ് കൂടെ നമുക്ക് പിന്നീട് കാണാം. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് പിന്നീട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസിനായി കാണുന്നത് കലമിട ബാ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.